ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇദാ ഖാലൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന ആള് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് വിളിക്കുന്ന ആള് ഉരുവിട്ടാൽ, വഖാല അഹദുക്കും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അതിന് മറുപടിയായി നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, സുമ്മക്കാല, പിന്നെ ബാങ്ക് വിളിക്കുന്ന ആൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുരുവിട്ടു, അപ്പോൾ കേൾക്കുന്ന ആളും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. പിന്നെ സുമ്മക്കാല അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ ഉരുവിട്ടാൽ, ഖാല, ആ മുഅ്മിനായ മനുഷ്യൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിന് മറുപടിയായി പറഞ്ഞാൽ, സുമ്മക്കാല ഹയ്യ അലസ്വലാ, മുഅദ്ദിൻ ഹയ്യ അലസ്വലാ എന്ന് പറഞ്ഞപ്പോൾ ഖാല ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന് മറുപടി പറഞ്ഞു. സുമ്മക്കാല ഹയ്യ അലൽ ഫലാ, ഹയ്യ അലൽ ഫലാ എന്ന് മുഅദ്ദിന് പറഞ്ഞു, അപ്പോൾ ഖാല ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞു. സുമ്മക്കാല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ മന്ത്രങ്ങൾ മുഅദ്ദിന് ബാങ്ക് വിളിക്കുന്ന ആള് പറഞ്ഞാൽ, ഖാല, കേൾക്കുന്ന ആളെന്ത് പറഞ്ഞു? അവരും പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലോകമൊട്ടുക്കും പറയാണ് മുഅദ്ദിന്റെ കൂടെ. സുമ്മക്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബാങ്ക് വിളിക്കുന്ന ആള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ മുഴുവനും മറുപടിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു വിശ്വാസി പറഞ്ഞാൽ എന്താ പുണ്യം? ദഖലൽ ജന്ന, മാഷാ അല്ലാഹ്, ദഖലൽ ജന്ന. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളാണ് ഈ പറയുന്നത്. ആ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാൻ അത് മതി. കാരണം എന്താ? തൗഹീദിന്റെ മന്ത്രങ്ങളല്ലേ. ബാങ്ക് എന്ന് പറയുന്നത് വല്ലാത്ത മധുരമാണ്, വിശ്വാസികളുടെ ആവേശമാണ്, തൗഹീദിന്റെ മന്ത്രങ്ങളാണ്. പക്ഷേ ഇന്ന് പലർക്കും ആ ആദരവൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തോന്നുന്നു. നമ്മുടെ ശരീരം അത് കേൾക്കട്ടെ, ശരീരം ലോലമാവട്ടെ, ആ വലിയ മന്ത്രങ്ങൾ നമ്മുടെ ചെവിയിലൂടെ കേൾക്കട്ടെ. ഹറാമുകളും പാട്ടുകളും മ്യൂസിക്കുകളും മറ്റനാവശ്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? അക്കൂട്ടത്തിൽ ഇത്തരം നല്ല മധുരമായ ബാങ്കുകളും നമ്മൾ കേൾക്കട്ടെ. നമ്മുടെ കുഞ്ഞുമക്കളെ കേൾപ്പിക്കണം. നമ്മുടെ വീടുകളിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നിശബ്ദമായി നമ്മുടെ വീടും നാമും ഒക്കെ ബാങ്ക് കേൾക്കട്ടെ. അതിനു വേണ്ടി റെഡിയാവുക. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ മൊബൈലിൽ കളിക്കാൻ പാടില്ല, TV ഓണായി നിൽക്കാൻ പാടില്ല, അതുപോലെ ശബ്ദിക്കാൻ പാടില്ല. എല്ലാം നിർത്തിവെച്ച്